ഗുഡ് മോർണിംഗ്. ദാ ഫോഗിങ് റോഡ്സിൽ താഴെ കാണാം വാഗമൺ മലനിരകളിലൂടെ വാഹനം ഓടി പോകുന്നു അല്ലേ. ഇപ്പോൾ സമയം രാവിലെ 5:45. അപ്പോൾ ഇന്നലെ കിടന്നപ്പോൾ ഒരു മോർണിംഗ് വാക്കിനൊക്കെ പോകണമെന്നൊക്കെ കൊടിയോട് പറഞ്ഞതുകൊണ്ട് ഞങ്ങളൊന്ന് മോർണിംഗ് വാക്കാമെന്ന് കരുതി ഇറങ്ങുന്നതാണ്. ഒരു സ്വന്തം ഒരു കട്ടക്കാപ്പിയൊക്കെ എടുത്തുണ്ടാക്കി കുടിച്ചു. രാജക്കുട്ടനെ പോലെ ഒരു സ്പെഷ്യലിസ്റ്റ് നമ്മുടെ ഒരു എന്താ പറയുക ആലപ്പുഴക്കാരൻ വള്ളംകളിക്കാരൻ കൂടി ഉള്ളപ്പോൾ വള്ളംകളിയുടെ കെട്ടൊക്കെ കെട്ടി തലക്കെട്ട് കെട്ടില്ലേ. എന്താ രസം നോക്കി, മുടി കുറവായിട്ട് കെട്ടിയാൽ അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഞങ്ങളുടെ പയ്യെ ഒന്ന് നടക്കാൻ ഇറങ്ങുകയാണ്. വല്ല പുലിക്കും സിംഹത്തിനും ഭക്ഷണമായി തീരുമെന്ന് അറിയത്തില്ല അല്ലേ അത് കേട്ടാ. നിലക്കിട്ടത് കാര്യം ആ പുലിക്ക് എല്ലാം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെങ്ങനെ അവരെ പാമ്പുണ്ടോ നിനക്ക് അട്ടക്കാരെ കടിച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ. എന്റെ രണ്ടു മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അത് ഞങ്ങളെ അവിടെ ഇറങ്ങിയില്ല. വാഹനം ഞാൻ സമീപം വഴിക്ക് ഇറങ്ങിയില്ലേ ആ മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്ത്, റോഡ് ബ്ലോക്ക് ആയ സമയത്ത്. അപ്പം പറ്റാത്ത അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. അത് ഞാൻ സ്വന്തം പൊക്കോളും. നമ്മളെടുത്ത് വന്നാൽ പിന്നെ പിന്നെ നമ്മൾ കയറുന്നത് അറിഞ്ഞില്ല, കടിച്ചത് പറഞ്ഞില്ല. കയറി കഴിഞ്ഞാൽ കടിച്ചു കാണുന്നില്ല. ലാസ്റ്റ് ഇപ്പോൾ കുളിക്കാൻ നോക്കിയപ്പോൾ കാലിൽ കണ്ടപ്പോഴാണ് മനസ്സിലായത് അട്ട അടിച്ചാൽ മനസ്സിലായത്. അതാണ് ഏതാണെങ്കിലും. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തെ കാഴ്ചകൾ മനോഹരം കേട്ടോ. ശരിക്കും ഫോഗി നോട്ട്സിൽ ഇഷ്ടംപോലെ ഫോഗുണ്ട്. അത് ശരിയാണ്. ഫോഗി നോട്ട്സിൽ നമ്മുടെ റൂമിൽ നിന്നുള്ള കാഴ്ചയാണത്. അത് ആ താഴെ ആ കാണുന്നത് വന്ന വഴിയാണ്. ദെൻ ദൂരെ കാണുന്നത് ഈ മലയിലൂടെയാണ്. ശരിക്കും അവിടെ ഗ്ലാസ് ആയിട്ട് ക്ലിയർ ആവുന്നില്ല, എന്നാലും അതിലെയാണ് വാഹനങ്ങൾ വരികയും നമ്മൾ വാഗമണിലേക്ക് പോകുന്നത്. മനോഹരമായൊരു കാഴ്ച തന്നെയാണത് അല്ലേ. ഇന്നലെ രാത്രി വന്നുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ബ്യൂട്ടി വേണ്ടത്തിൽ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ശരിക്കും ഇതാണ് രസകരമായ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ എനിക്ക് തോന്നുന്നത് ഫോഗി നോട്ട്സിൻ്റെ പ്രത്യേകത ഇവിടുത്തെ കേവ് റൂമുകളാണ് എന്ന് പറയാം. എന്താണ് പറയുന്നത് ടെക്നിക്കൽ ടൈമൊന്നും എനിക്കറിയില്ല. ഗുഹകൾ പോലെയുള്ള കുറേ റൂമുകളും ഇടവഴികളൊക്കെ ഉണ്ട്. ഇവിടെ താഴെ ഒരു വാട്ടർ ബോഡി കാണാം, ഒരു കുളമെന്തോ അവിടെ. ദെൻ ശരിക്കും ഓപ്പോസിറ്റ് കാണുന്ന മലയാണ് വാഗമൺ മലനിരകളാണ്. അവിടെ ഫുൾ കോട മൂടി കിടക്കുന്നു. താഴെ ഇവിടെ കാണുന്നത് തേയിലത്തോട്ടമാണ് കാണാം. തേയിലത്തോട്ടത്തിനുള്ളിൽ കാണുന്ന ആ വഴിയിലാണ് നമ്മൾ കയറി വന്നത്. വഴി അത്ര നല്ല വഴിയല്ല, അതും സത്യമാണ്. ദെൻ നമ്മൾ കാണാൻ താമസിക്കുന്ന പ്രോപ്പർട്ടി ഇതാണ് ഫോഗി നോട്ട്സ്. ഗസ്റ്റുകളാരും തന്നെ പുറത്തില്ല.
ഞങ്ങളൊന്ന് വെറുതെ ഹബീബുമായിട്ട് ഒന്ന് ചുറ്റുവട്ടങ്ങൾ കാണാൻ ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ല മഞ്ഞുണ്ടല്ലോടാ, ഫോഗുണ്ടല്ലേ. നീ നടക്കാൻ പോകാറുണ്ടോ അതോ വീട്ടിൽ ചെയ്യോ? അല്ലേ, ഒരു സൈക്കിളുണ്ട്. ആ പണ്ടത്തെ പിന്നെ കേവ് എൻട്രൻസ്, ഇത് താഴേക്കുള്ള വഴിയാണ്. രാത്രി കുറേ ഇതിൽ കയറി ഇറങ്ങി നടന്നായിരുന്നു. ഇതിൻ്റെ ഇത് ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ കേവ് എൻട്രൻസ് ആണ്, കുഴപ്പമില്ല. ഇവിടെ ഒരു കിഡ്സ് ഗാർഡനോ കിഡ്സിന് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ബസ്സിലൂടെ വന്നിരുന്നിരുന്നു തണുപ്പത്ത്. നമ്മൾ വന്ന വാഹനം താഴെ ആദ്യത്തെ കിടപ്പുണ്ട്. കോടമഞ്ഞ് മൂടിക്കിടക്കുക എല്ലാ സ്ഥലങ്ങളും. അതാണ് കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാവുന്നൊരു ഏരിയ തന്നെയാണിത്. പൂക്കളുണ്ട്, നീല എന്താ പറയുക, വയലറ്റ് പൂക്കളിങ്ങനെ അതിരിടുന്ന വഴി എന്ന് പറയാമല്ലോ. പൂവിൽ നിന്ന് തേൻ കുടിക്കുന്ന വണ്ടുണ്ട് ഇവിടെ. വണ്ട് ഒരു ഉള്ളിരിപ്പുണ്ട്. ഇറങ്ങി വാടി. ആ വാ വാ. കൊള്ളാം. ഇതാണോ റൂട്ട്? നമ്മൾ ഇതിനെ വന്നത് രാത്രി ഇതിനെ വന്ന് അതിനെ കാണാതെ അതാരാ കാശ്മീരി, അതാരാ കാശ്മീരി സുന്ദരി, അതാ മനസ്സിലായില്ല. നിങ്ങൾ സിനിമ എടുത്തു, നിങ്ങളെല്ലാം സിനിമ എടുത്തിട്ടുണ്ട്. നിങ്ങൾ നടന്നു നടന്ന് കോട്ടയത്തെത്തും. ആ അതാ അതാ ഒന്ന് സൂം ചെയ്യട്ടെ. എനിക്ക് വയ്യ. ഇപ്പൊ സാധാരണ പോലെ നോർമൽ പോലെ നടക്കാൻ പറ്റണില്ലല്ലോ, എന്തെങ്കിലും ആക്ഷൻ. ക്യാമറ മുന്നേ അങ്ങനെയല്ലേ, അത് വിറ്റായി പോയി. കുശുംബികൾ വരുന്നുണ്ട്. അയ്യ, കാശ്മീരിൽ നിന്ന് വരുന്ന വഴിയാണോ? അയ്യോ അത് ചിലപ്പോൾ കടന്നു കഴിയാട്ടോ, താഴേക്ക് താഴെ. രണ്ടെണ്ണം വരുന്നുണ്ടോ? അയ്യ വലിയ വാതിൽ താഴേക്ക് പോയാൽ തിരിച്ചു കയറണ്ടേ? കൊള്ളാം. ശരി, കോടകളെ വേണമല്ലേ, നല്ലൊരു റൊമാൻറ്റിക് ആവുള്ളൂ. ഒരു കോടകളെ വേണമല്ലേ. ആ അത് എടുക്കാം, നിന്നോളൂ. നിങ്ങൾ എവിടെ നിന്നോ എല്ലാ ഫോട്ടോ എടുത്തല്ലേ. സെൽഫി എടുത്താലേ പിക്ചർ ക്വാളിറ്റി ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ നിൽക്ക് അതാ നിറച്ച് പേരെയല്ലടാ. പേരക്ക പഴുത്തുണ്ടോ? അത് പഴുത്താണോ നോക്കടാ. കണ്ടിട്ട് കണ്ട ഒരു പഴുത്ത ലുക്കുണ്ട് അല്ലേ, പക്ഷെ അത് മൂത്തതായിട്ട് ഒരു കിങ്ങിണിക്കൊമ്പിൽ താണിരുന്നരിഞ്ഞാടിരുന്നു. അത് കൊള്ളാം. സുമംഗലി ഒരു കിങ്ങിണിക്കൊമ്പിൽ താണിരുന്നരിഞ്ഞാടിരുന്നു. ഇപ്പോൾ നമുക്ക് ആ സൂര്യോദയ മലയിലേക്കൊന്ന് പോകണ്ടേ? വാ.
അവൻ ഈ പേരെ വിട്ടുള്ള കളിയില്ലല്ലോ. ഞാൻ പറിച്ചോളാം. ഈ വീട് പിടിച്ചോ, ഇതൊന്ന് പിടിച്ചോ, അവിടെ നോക്കട്ടെ. 2 റജുല വേണം, അല്ലെങ്കിൽ 2 സന്തോഷം വേണം. അത് ഈ സൈഡിൽ കൂടെ നോക്കണം സന്തോഷം. ഈ സൈഡിൽ കൂടെ അല്ലേ. ഓ ജസ്റ്റ് മിസ്ഡ്. അത്രയും അങ്ങ് റൈപ്പായിട്ടില്ല, അതാണ്. പിന്നെ പക്ഷെ അവിടെ ഒരു റൈപ്പായിട്ട് കിടക്കുന്നുണ്ട് കണ്ടോ, അത് നല്ല കളർ. അത് ചിലപ്പോ ഒരു തട്ടിന് വീഴും, പക്ഷെ അത് അവിടെ എത്തൂല, ഒന്നും എത്തൂല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുകയാണ്. ഫ്രഷ് ജ്യൂസ് ഉണ്ട്, കുറേ ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. അല്ല എന്തൊക്കെയാണ് നീന ഉള്ളത് ഇവിടെ കഴിക്കാൻ? എന്താ ഉള്ളത്? കടലക്കറി, അതേ ഉള്ളൂ. ഇത് എങ്ങനെയുണ്ടാ? ഇതെന്നാടാ തമ്പി, ഇതെന്നാടാ? അത് ചിക്കൻ സോസ്. കൊള്ളാമോ? തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചിപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ. പൊന്നും തേനും വയമ്പൂമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ. ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം അപ്പോൾ ഇന്നലെ ഏറെ വൈകിയതുകൊണ്ട് കണ്ണമിന്ന മഴയുള്ളതുകൊണ്ട് മിടിമിന്നലിന് സാധ്യതയുള്ളതുകൊണ്ട് നമ്മുടെ പുൽമേട് കാണാൻ കഴിഞ്ഞില്ല, മെഡോസ് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ രാവിലെ 10 മണിയായി. നോട്ട്സിൽ നിന്ന് ഇറങ്ങി നേരെ വീണ്ടും മെഡോസിലെത്തി. അപ്പോൾ ഇവിടുത്തെ കണ്ടിട്ട് വരാം. കിട്ടിയോ? പോലെ വാ ഒരു ചലോ ടിക്കറ്റ് 15 ഒരാൾ ഇവിടെ നിന്നിട്ട് നിങ്ങളുടെ ആൾക്കാരെ കയറ്റി വിടണേ. 1 2 3 എണ്ണം 4 7 8 9 പിന്നെ അത് ബാക്കിയുള്ള 15. ആയാലും കൂടിയല്ലോ. दिल पे नहीं काबू कैसा ये जादू. ये मौसम का जादू है मितवा, न अब दिल पे काबू है मितवा. नैना जिसमें खो गए दीवाना.
हमको, ये इशारों में कहें हम थम के यहाँ घड़ियां गुजारे। पहले कभी तो ना हमसे बतियाते थे ऐसे फुलवा। ये मौसम का जादू है मितवा, ना अब दिल पे काबू है मितवा। नैना जिसमें खो गए दीवाने से हो गए, नजारा वो हर सू है मितवा। ओ ये मौसम का जादू है मितवा। ஊட்டி பட்டணம் ஊட்டி கட்டணம் சொன்னா வாடா, எங்க கட்டணம் சிங்க கட்டணம் சும்மா இருடா. ரேசில் நம்ம ராசா எந்த குதிரைக்கு எதிரி, லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய லாக் லாக் பெருவன் ஜாக்பாட். பிறகு இந்த பட்டணம் சொந்தமாக்கி போட்டி கட்டுவண்டா. நோட்டு கெட்டுகள் தூக்கி கட்டிய போரின் காரே, நாடு நெத்திட்டு சீரி பயணம். दो चार कदम पे तुम थे, दो चार कदम पे हम थे, दो चार कदम ये लेकिन 100 मीलों से क्या कम थे। मेरे उस पे कदम कदम पे दिल का डोलना, हाय डोलना। ഒന്നിങ്ങനെ അതെ അതെ അതിങ്ങനെ എന്നിട്ട് ആ പാട്ടിടണം. കാണിച്ച ഒരാൾ റൈറ്റ് വരുമ്പോ ശരി, ഞാൻ എല്ലാരും അതിനെ ജന്മന അങ്ങനെയാ. ഇമോഷൻസ് ഒക്കെ വരണം കേട്ടോ. ആരെങ്കിലും വീഡിയോ എടുക്കുന്ന ആളുകൾ പറയൂ, ഞങ്ങളുടെ പറഞ്ഞാൽ മതി. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോരയിൽ നീരാട്. എരിവെറ്റിയ ഒറ്റമുളകോ പെണ്ണെ നിൻ മനസ്സ്. അങ്ങനെ മുട്ടക്കുന്നിൻ്റെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയാണ്. എനിവേ ഇവിടെയും കുറേ മനോഹരമായ ഈവൻറ്റ്സ് നടന്നു എന്നുള്ളതാണ് സത്യം. കുറേ ഒന്നരോട് പോയി അത് കാണുന്നില്ലോ. രാജുക്കുട്ട അവർ പോയോ? നല്ല കാറ്റ്, നല്ല കാറ്റാണ് കേട്ടോ, നല്ല കാറ്റുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ മുട്ടക്കുന്ന് കാണുക ശരിക്കും കേട്ടോ, കാണുന്നുണ്ട്. സാധ്യ ബ്യൂട്ടിയാണ്. തീർച്ചയായിട്ടും വരും. സകുടുംബം ഒന്നും കൂടെ ഈ വഴി മനോഹരമാണത്, മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. വാഗമണിലെ മുട്ടക്കുന്നുകൾ ഹഠാത് ആകർഷിച്ചിരിക്കുന്നു. കൂടെ വന്ന ബാക്കിയുള്ള വണ്ടി എവിടെയാ? വണ്ടി ആൾക്കാരുണ്ട്. ആ ഓക്കെ ഓക്കെ. ഇപ്പോൾ വാഹനം ഫീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേ പോണ്ടേ? ആ അതെ ചാടാ. നമുക്കല്ലെങ്കിൽ ഈ ഇടവഴി ചാടിയാണല്ലോ പരിചയം. മധുരയാടി പണ്ടേ പരിചയം ആയതുകൊണ്ട് രാജുകൂട്ടം പ്രത്യേകിച്ച് അതിന് സ്വന്തം ആളാ. കിടന്നു പിന്നെ ഭയങ്കര തിരക്കാണ് ഇവിടെ. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഇവിടെ. സംഭവം നല്ല ബ്യൂട്ടിഫുള്ളാണ്, എന്നാലും ഭയങ്കര തിരക്കാണെന്നറിയോ. ഞങ്ങൾ വന്നപ്പോൾ തിരക്കില്ലായിരുന്നു. ഇപ്പോൾ തിരക്ക് കൂടി ടിക്കറ്റ് എടുക്കാൻ നീണ്ട ക്യൂ ആണ്. അതതിന് കൊള്ളാം കേട്ടോ. പ്രോപ്പർട്ടി നല്ല രസമുള്ള സ്ഥലം തന്നെയാണ്. പെരുന്നാളിൻ്റെ ആളുണ്ടെന്നേ ഉള്ളൂ. ഒരു നല്ല പോസിറ്റീവ് വൈബുള്ള സ്ഥലം. പുൽമേട്. നമ്മുടെ വണ്ടി എവിടെയാ? നമ്മുടെ വണ്ടി ഇതേ കൊള്ളാം. തീർച്ചയായിട്ടും നമ്മുടെ വാഹനം പുറകിലാണോ? അവിടെയാണോ നമ്മുടെ മുട്ടക്കുന്നുകൾ കണ്ട് അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്രയിലാണ്. ഹായ് ലവ് മിഡോസ്. നമ്മുടെ വാഹനം ഏതാ?
ഇതൊന്നും അല്ലല്ലോ. അങ്ങോട്ട് പോകാൻ പറഞ്ഞേ. ആ നമ്മളൊക്കെ എന്ത് അവർ മുന്നോട്ട് പോയോ? അത് പുറകിലാണോ? അല്ലോ. बड़ी